നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ KPCC നേതൃത്വത്തിൽ നിർണായക അഴിച്ചുപണിക്ക് സാധ്യതയെന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമെന്ന സൂചനകൾ ശക്തമായതോടെ വടകര MP ഷാഫി പറമ്പലിനെ പാർട്ടിയുടെ അമരത്തേക്ക് കൊണ്ടുവരാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമുണ്ടായേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഇതിനിടയിലാണ് ഷാഫിയുടെ അതിവിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നതും. ഇതോടെ KPCCയുടെ അമരത്ത് ഷാഫി എത്തുമോ എന്ന ചോദ്യം സജീവമാവുകയാണ്. പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഴുവൻ സമയവും നീക്കിവെക്കാൻ കഴിയുന്ന ഒരു നേതാവ് അധ്യക്ഷ സ്ഥാനത്ത് വേണമെന്ന ഹൈക്കമാൻഡ് താൽപ്പര്യമാണ് ഷാഫിയുടെ പേര് മുൻനിരയിലെത്തിക്കുന്നത്. ഇതിന് പിന്നിൽ ചില നീക്കങ്ങളുണ്ടായിരുന്നു. പല മുതിർന്ന നേതാക്കളും അതിനെ അനുകൂലിച്ചില്ല. പല മുതിർന്ന നേതാക്കളും ഉള്ളപ്പോൾ ഷാഫിയെ KPCC ഏൽപ്പിക്കുന്നതിലെ അസ്വാഭാവികത പല കോണുകളും ചർച്ചയാക്കിയിരുന്നു. എന്നാൽ ഷാഫി പറമ്പലിന്റെ സംഘടനാ മികവും യുവജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിലെ വൈദഗ്ധ്യവും പാർട്ടിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പ്രചരിപ്പിച്ചു. നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് എന്നിവരും മത്സര രംഗത്തുണ്ടാകുമെന്നതിനാൽ സംഘടനയെ നയിക്കാൻ മറ്റൊരാളെ കണ്ടെത്തേണ്ടത് അനിവാര്യമായി എന്നും പറഞ്ഞുവെച്ചു. മുതിർന്ന നേതാക്കളായ MM ഹസൻ, KC ജോസഫ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ടെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും യുവത്വത്തിനും മുൻഗണന നൽകിയാൽ ഷാഫി പറമ്പലിന് തന്നെയാകും നറുക്ക് വീഴുക എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇത്തരം ഒരു ചർച്ചയെക്കുറിച്ച് ഔദ്യോഗികമായി അറിയില്ലെന്നാണ് ഷാഫിയുടെ അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചത്. നവംബറിൽ രൂപീകരിച്ച 17-അംഗ AICC കോർ കമ്മിറ്റി ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി വരികയാണ്. ഷാഫി പദവിയിലെത്തുമെന്ന് വ്യക്തമായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷയിലായി. ഇതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. വടകര MP ഷാഫി. പാലക്കാട് മത്സരിക്കണമെന്ന് ഷാഫിക്ക് ആഗ്രഹമുണ്ട്. നിയമസഭയിൽ ഷാഫി മത്സരിക്കാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് KPCCയിലെ സ്ഥാനം ഷാഫിക്ക് ഓഫർ ചെയ്തത്. ഇതിനിടയിലാണ് വിശ്വസ്തനെ പോലീസ് പോക്കുന്നത്. ഇതിനു പിന്നിൽ കോൺഗ്രസിലെ ചിലരുടെ കളികളുണ്ടെന്ന് കരുതുന്നവരുണ്ട്. മൂന്നാമതൊരു അതിജീവിതം നൽകിയ അതീവ ഗുരുതരമായ പരാതിയെ തുടർന്ന് ഇന്ന് പുലർച്ചെ 12:30 പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ നിന്നാണ് രാഹുലിനെ പോലീസ് പിടികൂടുന്നത്. ബലാത്സംഗം, ക്രൂരമായ ശാരീരിക ഉപദ്രവം, സാമ്പത്തിക ചൂഷണം, വധഭീഷണി തുടങ്ങിയ കുറ്റങ്ങളാണ് പുതിയ കേസിലും രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. മുൻ കേസുകൾക്ക് സമാനമായി ബന്ധം ദൃഢമാക്കാൻ ഒരു കുഞ്ഞു വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചതായി യുവതി വെളിപ്പെടുത്തുന്നു. ഗർഭിണിയാണെന്ന് അറിയിച്ചതോടെ നിലപാട് മാറ്റിയ രാഹുൽ അസഭ്യം പറയുകയും അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്താൻ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. കൂടാതെ പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ട് യുവതിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തതായും പരാതിയുമായി മുന്നോട്ട് പോയാൽ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അതിജീവിതയുടെ മൊഴിയിലുണ്ട്. തനിക്ക് സംസാരിക്കാൻ സമയമില്ലെന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സുഹൃത്ത് ഫെനി നൈനാനോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് തന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തതായും യുവതി പറയുന്നു. രാഹുൽ താമസിച്ചിരുന്ന KPM ഹോട്ടലിലെ 2002 നമ്പർ മുറി വളഞ്ഞ പോലീസ് സംഘം വാതിൽ തുറക്കാൻ വിസമ്മതിച്ച MLA ഒടുവിൽ നിയമ നടപടികൾ അറിയിച്ച് കീഴടക്കിയായിരുന്നു. പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച രാഹുലിനെ SIT മേധാവി G പൊങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറി സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ 2 കേസുകളിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും പുതിയ പരാതിയിൽ അറസ്റ്റ് അനിവാര്യമാണെന്നായിരുന്നു പോലീസ് നിലപാട്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും.